ജസ്ന എസ് ഫിർദൌസ് എന്ന് പറയുന്ന സഹോദരിയുടെ ഫേസ്ബുക്ക് കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ആ കുട്ടി അവിടെ നിന്നും TC വാങ്ങി പോകുന്നു എന്നറിഞ്ഞ അന്ന് ആ കന്യാസ്ത്രീ വേഷം ധരിച്ച ആ വനിത, ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്ന വനിത മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടെ ചിരിച്ച മുഖവുമായി വന്ന് നിന്നുകൊണ്ട് കുറേ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ടൊക്കെ വാർത്താ സമ്മേളനമൊക്കെ നടത്തുകയുണ്ടായി. അതിന് പിന്നാലെയാണ് ജസ്ന എസ് ഫിർദൌസ് എന്ന് പറയുന്ന മാതാവ്, അവരുടെ 2 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ആ 2 കുട്ടികളെയും അവർ മാറ്റാൻ തീരുമാനിച്ചു. അവരതിന് പറയുന്ന കാരണം ഹിജാബ് ധരിച്ചതിൻ്റെ പേരിൽ പ്രിൻസിപ്പളും PTA പ്രസിഡൻറ്റും സ്വീകരിച്ച സമീപനം ഞങ്ങളെ വളരെയധികം ഭയപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. ഹിജാബ് ധരിച്ച ഒരു കുട്ടിയെ കാണുന്നത് മറ്റുള്ളവർക്ക് ഭയം സൃഷ്ടിക്കും എന്ന തരത്തിലുള്ള പ്രസ്താവന, അത് മതവിദ്വേഷത്തിൻ്റെ പ്രസ്താവനയാണ്, വർഗീയതയുടെ പ്രസ്താവനയാണ് എന്ന് തന്നെയാണ് അവരുടെ നിലപാട്. അത്തരം ചിന്താഗതിയുള്ള അധ്യാപകരും അധികൃതരുമുള്ള സ്കൂളിലേക്ക് എങ്ങനെയാണ് കുട്ടികളെ പറഞ്ഞയക്കുക എന്ന ചോദ്യമാണ് ജസ്ന മുന്നോട്ട് വയ്ക്കുന്നത്. അവസാനമായി ആ കുറിപ്പിൽ ജസ്ന പങ്കുവയ്ക്കുന്നത് അവരുടെ മക്കളെ അവർ ലേഡീസ് കോൺവെൻറ്റ് സ്കൂൾ എന്ന് പറയുന്ന സ്കൂളിലേക്ക് മാറ്റാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ്. അവിടെ നിന്നും ഇതേ വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീയായ സഹോദരി വിളിച്ചിരുന്നു. എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് യാതൊരുവിധ പ്രയാസവും ഉണ്ടാകില്ല എന്നും ആ കന്യാസ്ത്രീയായ സഹോദരി അവർക്ക് ഉറപ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടത് ചെറിയ ഒരു വിഭാഗം സംഘികൾക്കും ക്രിസംഘികൾക്കുമൊപ്പം വർഗീയതയും വിദ്വേഷവും മനുഷ്യൻ്റെ മനസ്സിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വാർത്താ സമ്മേളനങ്ങളും പ്രചരണങ്ങളും നടത്തുമ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ട ഭൂരിപക്ഷം വരുന്ന ആളുകൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മൗലിക അവകാശങ്ങളെ അനുവദിച്ചുകൊണ്ട് വിദ്യാഭ്യാസം പകർന്നു നൽകുന്നു എന്നുള്ള സന്തോഷകരമായ വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് കേരളത്തിൻ്റെ മാതൃക. ഇങ്ങനെ ആയിരിക്കണം കേരളം, ഇതാണ് കേരളം. ആ ജസ്നയുടെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. എല്ലാവർക്കും നന്ദി.